everyone, welcome back to Students Cader. ഇന്ന് നമ്മൾ ജോഗ്രഫിയിലെ രണ്ടാമത്തെ പാഠമായ കാറ്റിൻ്റെ ഉറവിടം തേടി എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2-3 ദിവസമായിട്ട് ക്ലാസ് ഇടാനൊന്നും കഴിഞ്ഞിരുന്നില്ല, അതുകൊണ്ടാണ് ക്ലാസ് ഉണ്ടാവാതിരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1. മൺസൂൺ കാറ്റുകളുടെ രൂപീകരണത്തിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ ഏവ? ആൻസർ: പ്രധാനമായും 3 കാര്യങ്ങളാണുള്ളത്. 1. സൂര്യൻ്റെ അയനം, 2. കൊറിയോലിസ് ബലം, 3. തപനത്തിലെ വ്യത്യാസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. ശരിയായ പ്രസ്താവന എടുത്തെഴുതുക. എ. ഉയരം കൂടുമ്പോൾ മർദ്ദം കൂടുന്നു. ബി. ഉയരം കൂടുമ്പോൾ മർദ്ദവും കുറയുന്നു. ആൻസർ ബി ആണ് ശരിയായ ഉത്തരം. ഉയരം കൂടുന്തോറും മർദ്ദം കുറഞ്ഞു വരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. 4 പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ശരിയായത്: നിശ്ചിത വ്യാപ്തം വായുവിൽ നീരാവിയുടെ അളവ് കൂടുതലാണെങ്കിൽ ആ വായുവിൻ്റെ മർദ്ദം കുറവായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 4. ആഗോള മർദ്ദ മേഖലകൾ ഏതെല്ലാം? ഇവയിൽ ഏതെങ്കിലും 2 എണ്ണത്തെ പറ്റി വിവരിക്കുക. ആഗോള മർദ്ദ മേഖലകളാണ്: 0 ഡിഗ്രി മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, 2. 30 ഡിഗ്രി ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, 60 ഡിഗ്രി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല, 90 ഡിഗ്രി ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതണം. ഇതൊക്കെ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് ഓരോന്നും എത്ര ഡിഗ്രി അളവിലാണ് എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതാണ്. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ആ ക്ലാസ്സിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലക്കും ഇടയിലായി കാണപ്പെടുന്ന മർദ്ദമേഖല ഏതാണ്? ഈ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. ആൻസർ: ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലക്കും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലക്കും ഇടയിലായി കാണപ്പെടുന്ന മർദ്ദമേഖലയാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. ഈ മേഖലയിലേക്ക് വീശുന്ന കാറ്റുകളാണ് പശ്ചിമവാതം, ധ്രുവീയവാതം എന്നിവ. ഇവയുടെ സവിശേഷതകളും നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. സ്പെസിഫിക് ആയിട്ട് ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞതാണ്, അതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 6. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം വിശദമാക്കുക. 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണം എന്നത് മധ്യരേഖയിൽ നിന്നും ചൂടുപിടിച്ച് ഉയരുന്ന വായു ഭൂഭ്രമണ ഫലമായി 30 ഡിഗ്രി അക്ഷാംശങ്ങളിൽ തണുത്തു താഴുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 7. പ്രാദേശികവാദമായ ഹർമാറ്റർ, ഡോ ഹർമാറ്റർ എന്നറിയപ്പെടുന്നതിന് കാരണം? ആൻസർ: പടിഞ്ഞാറൻ ആഫ്രിക്കയുടെ കാലാവസ്ഥ മെച്ചപ്പെടുത്തുന്നത് കൊണ്ടാണ് ഹർമാറ്റർ, ഡോ ഹർമാറ്റർ എന്നറിയപ്പെടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 8. വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന പ്രാദേശികവാദം ഏതാണ്? ഇവ കനേഡിയൻ സമതലത്തിലെ ഗോതമ്പ് കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ആൻസർ: വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതനിരയുടെ കിഴക്കൻ ചരിവിലൂടെ വീശുന്ന പ്രാദേശികവാദമാണ് ചിനുക്ക്. ഇവ കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതിൻ്റെ ആൻസറാണ്: ഇത് ശൈത്യത്തിൻ്റെ കാഠിന്യം കുറക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 9. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നതിനുള്ള കാരണം വിശദമാക്കുക. വാണിജ്യവാദങ്ങൾ ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് കിഴക്ക് ദിശയിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിൽ തെക്ക് കിഴക്ക് ദിശയിൽ നിന്നും വീശുന്നതിനുള്ള പ്രധാന കാരണം കൊറിയോലിസ് പ്രഭാവമാണ്. ഈ കൊറിയോലിസ് പ്രഭാവം എന്താണെന്നൊക്കെ നമ്മൾ പ്രധാനമായിട്ടും ക്ലാസ്സുകളിൽ വിവരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ 10. ആഗോള മർദ്ദ മേഖലകളെ കുറിച്ച് വിവരിക്കുക. ആഗോള മർദ്ദ മേഖലകളാണ്: മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, അത് 0 ഡിഗ്രിയാണ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, അത് 30 ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ, അത് 60 ഡിഗ്രിയിലും ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ 90 ഡിഗ്രിയിലുമാണ് രൂപം കൊള്ളുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 11. ചുവടെ നൽകിയിരിക്കുന്ന അക്ഷാംശം ഏത് മർദ്ദമേഖലകളിൽ ഉൾപ്പെടുന്നു? പട്ടിക പൂർത്തിയാക്കുക. അക്ഷാംശം, മർദ്ദമേഖല എന്ന് പറഞ്ഞ് 2 ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട്. എ 0 ഡിഗ്രി, അതിൻ്റെ ആൻസറാണ് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല പ്രദേശത്താണ് അതുള്ളത്. ബി 30 ഡിഗ്രി, അത് ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല പ്രദേശത്തും 60 ഡിഗ്രി ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല പ്രദേശത്തും ധ്രുവീയ ഉച്ചമർദ്ദ മേഖല പ്രദേശത്ത് 90 ഡിഗ്രിയുമാണ് സ്ഥിതി ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 12. കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ: കാറ്റിൻ്റെ വേഗതയെയും ദിശയെയും സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് മർദ്ദച്ചെരിവ് മാനബലം അഥവാ പ്രഷർ ഗ്രേഡിയൻ്റ് ഫോഴ്സ്. അടുത്തത് കൊറിയോലിസ് പ്രഭാവം, അതായത് കൊറിയോലിസ് ഫോഴ്സ്. മൂന്നാമത്തത് ഘർഷണം. ക്വസ്റ്റ്യൻ നമ്പർ 13. 2 വ്യത്യസ്ത സാഹചര്യങ്ങളിലെ സമമർദ്ദ രേഖകളുടെ ക്രമമാണ് എ, ബി ചിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്.
ഏത് ചിത്രത്തിലെ മർദ്ദമേഖലക്കായിരിക്കും കാറ്റിന് വേഗത കൂടുതൽ? എന്തുകൊണ്ട്? ഈ രണ്ട് ചിത്രങ്ങൾ നിരീക്ഷിച്ച് നോക്കിയതിനു ശേഷമാണ് നമ്മൾ ആൻസർ കണ്ടെത്തേണ്ടത്. ആൻസർ എന്നത് ചിത്രം എയിൽ മർദ്ദമേഖലകൾ അടുത്തു കാണപ്പെടുന്നതിനാൽ മർദ്ദച്ചെരിവ് മാനബലം കൂടുതലായതിനാൽ കാറ്റിന്റെ ശക്തിയും കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 14. നൽകിയിരിക്കുന്ന ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. കാറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആഗോളവാദങ്ങൾ, പ്രാദേശികവാദം, ഇവ രണ്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഫില്ല് ചെയ്യാനുണ്ട്. ഇവിടെ കൊടുക്കേണ്ടതാണ് കാലികവാദങ്ങൾ. അടുത്തത് ബി കോളത്തിലാണ്. നമ്മുടെ ആഗോളവാദത്തിന് ഏതെങ്കിലും ഉദാഹരണമാണ്. ആഗോളവാദത്തിന് ഉദാഹരണമാണ് വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം. ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അവിടെ കൊടുക്കണം. അതുപോലെ കാലികവാദങ്ങൾ നമ്മൾ ഫില്ല് ചെയ്തു. അതിൻ്റെ ഉദാഹരണമാണ് മൺസൂണായിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത്. അടുത്തത് പ്രാദേശികവാദങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ലൂഫ് ഫോൻ ചിനുക്ക്, ഹർമാറ്റർ, മാംഗോ ഷവർ. ഇതിലേതെങ്കിലും ഒന്ന് ഈ സിയിലും നമ്മൾ ഫില്ല് ചെയ്യണം. ക്വസ്റ്റ്യൻ നമ്പർ 15. ഏത് തരം കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്? ആഗോളവാദങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ എഴുതുക. ആൻസർ: ആഗോള മർദ്ദമേഖലകൾക്കിടയിൽ രൂപപ്പെടുന്ന കാറ്റുകളെയാണ് ആഗോളവാദങ്ങൾ എന്ന് വിളിക്കുന്നത്. ആഗോളവാദങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങളാണ് വാണിജ്യവാദം, പശ്ചിമവാദം, ധ്രുവീയവാദം. ക്വസ്റ്റ്യൻ നമ്പർ 16. കാറ്റിന്റെ ദിശയെ സ്വാധീനിക്കുന്ന നിർണായക ഘടകമാണ് കോറിയോലിസ് പ്രഭാവം. വിശദീകരിക്കുക. ആൻസർ: ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 17. ധ്രുവത്തിനോടടുത്ത് 60 ഡിഗ്രി അക്ഷാംശങ്ങളിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാനുള്ള കാരണമെന്ത്? ഈ മർദ്ദമേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ: ഭൂമിയുടെ ഭ്രമണം മൂലം വായു മുകളിലേക്ക് ശക്തിയായി ചുഴറ്റി എറിയപ്പെടുന്നു. ഇതുമൂലം ഉപധ്രുവീയ മേഖലയിലുടനീളം ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. ഉപമേഖല അറിയപ്പെടുന്ന പേരാണ് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. നമ്പർ 18. ഭൂമിയിലെ മർദ്ദമേഖലകൾ രൂപം കൊള്ളുന്നതിന് കാരണമായ രണ്ട് അടിസ്ഥാന ഘടകങ്ങൾ ഏതെല്ലാം? ആൻസർ: ഭൂമിയിലെ മർദ്ദമേഖലകൾ രൂപം കൊള്ളുന്നതിന് കാരണമായ രണ്ട് അടിസ്ഥാന ഘടകങ്ങളാണ് സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകളും ഭൂമിയുടെ ഭ്രമണവും. ക്വസ്റ്റ്യൻ നമ്പർ 19. അന്തരീക്ഷ മർദ്ദവും താപവും വിപരീത അനുപാതത്തിലാണെന്ന് സമർത്ഥിക്കുക. ആൻസർ: വായു ചൂടുപിടിച്ച് വികസിക്കുമ്പോൾ സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് പോകുന്നത് മൂലം വായുമർദ്ദം കുറയുന്നു. ഉയർന്നു പൊങ്ങുന്ന വായു വശങ്ങളിലേക്ക് നീങ്ങുമ്പോൾ തണുക്കുന്നു. തണുത്ത സാന്ദ്രത കൂടിയ വായു താഴ്ന്നിറങ്ങുന്നത് അന്തരീക്ഷമർദ്ദം കൂടുന്നതിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 20. തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി മാറുന്നതിൻ്റെ രണ്ട് സാഹചര്യങ്ങൾ എഴുതുക. ആൻസർ: തെക്ക് കിഴക്കൻ വാണിജ്യവാദങ്ങൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണായി മാറുന്നതിൻ്റെ രണ്ട് സാഹചര്യങ്ങളാണ്: ഒന്ന് കോറിയോലിസ് പ്രഭാവം, രണ്ട് ഉയർന്ന പകൽച്ചൂട് നിമിത്തം കരയുടെ മുകളിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദം സമുദ്രോപരിതലത്തിലൂടെ വീശുന്ന കാറ്റുകളെ ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യ വൻകരയിലേക്ക് ആകർഷിപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21. ഉഷ്ണകാലത്ത് ദക്ഷിണേഷ്യയിൽ വീശുന്ന പ്രാദേശികവാദം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തി എഴുതുക. എ. ലൂ, ബി. കാൽബൈശാഖി, സി. ചിനുക്ക്, ഡി. മാംഗോ ഷവർ. ഇതിൽ ആൻസർ എന്നത് മാംഗോ ഷവർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? എ. ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിന് കാരണമാകുന്നു. ബി. ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ന്യൂനമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ഉച്ചമർദ്ദവും രൂപം കൊള്ളുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിന് കാരണമാകുന്നു. ഇതിൽ ശരിയായ പ്രസ്താവന എന്നത് എ ആണ്. ഏഷ്യ വൻകരയ്ക്ക് മുകളിൽ ഉച്ചമർദ്ദവും ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിൽ ന്യൂനമർദ്ദവും രൂപം കൊള്ളുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിന് കാരണമാകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 23. ഫെറൽ നിയമം പ്രസ്താവിക്കുക. നമ്മൾ ആ ഭാഗം എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫെറൽ നിയമം എന്നതൊരു ഇമ്പോർട്ടൻ്റ് ആയ നിയമമാണെന്ന്. ആൻസർ: നമുക്ക് എന്താണ് ഫെറൽ നിയമം എന്ന് നോക്കാം. ഭൂമിയുടെ ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയുടെ വലത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയുടെ ഇടതുവശത്തേക്കും വ്യതിചലിക്കുന്നു. ഇതാണ് ഫെറൽ നിയമം. ക്വസ്റ്റ്യൻ നമ്പർ 24. വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖല ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ: വാണിജ്യവാദങ്ങൾ സംഗമിക്കുന്ന മേഖല അറിയപ്പെടുന്ന പേരാണ് ഇന്റർട്രോപ്പിക്കൽ കൺവർജൻസ് സോൺസ്. ക്വസ്റ്റ്യൻ നമ്പർ 25. തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? എ. മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു.
ബി. മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം കുറയുന്നു. ഇതിൽ ആൻസർ എന്നത് എ ആണ്. മധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 26. ശരിയായ പ്രസ്താവന കണ്ടെത്തി എഴുതുക. എ. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാൽ പക്ഷിമവാതങ്ങൾക്ക് ശക്തി കൂടുതലാണ്. ബി. വടക്കേ അമേരിക്ക, വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ, റഷ്യ എന്നീ മേഖലകളിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പക്ഷിമവാതങ്ങൾക്ക് ഗണ്യമായ പങ്കുണ്ട്. ഇതിൽ ആൻസർ എന്നത് എ ആണ്. ദക്ഷിണാർദ്ധഗോളത്തിൽ ഏറിയ പങ്കും സമുദ്രമായതിനാൽ പക്ഷിമവാതങ്ങൾക്ക് ശക്തി കൂടുതലാണ്. ക്വസ്റ്റ്യൻ നമ്പർ 27. മർദ്ദച്ചെരിവ്, മാനബലം, കോറിയോലിസ് പ്രഭാവം, ഘർഷണം എന്നിവ കാറ്റിന്റെ വേഗത, ദിശ എന്നിവയെ എപ്രകാരം സ്വാധീനിക്കുന്നതെന്ന് വ്യക്തമാക്കുവാൻ കഴിയുന്നു. ആൻസർ ആണ് ദക്ഷിണാർദ്ധഗോളത്തിൽ ഭൂഖണ്ഡങ്ങൾ കുറവായതിനാൽ ഘർഷണം കുറവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 28. ആർദ്രത വർദ്ധിക്കുമ്പോൾ മർദ്ദം കുറയുന്നതിനുള്ള കാരണം എന്ത്? എ. നീരാവിക്കും വായുവിനും ഒരേ ഭാരമാണ്. ബി. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കൂടുതലാണ്. സി. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. ഡി. നീരാവിക്കും വായുവിനും ഒരേ സാന്ദ്രതയാണ്. ആൻസർ എന്നത് സി ആണ്. നീരാവിക്ക് വായുവിനേക്കാൾ ഭാരം കുറവാണ്. ഈ പാഠത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. എക്സാം ആകുമ്പോഴേക്കും നമ്മൾ എന്തായാലും ഹിസ്റ്ററിയിലെയും ജോഗ്രഫിയിലെയും ബയോളജിയിലെയും ഫുൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിരിക്കും. ബൈ.